നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കോപ്പ അമേരിക്കയിൽ മിന്നുന്ന പ്രകടനമാണ് വമ്പന്മാരായ ഉറുഗ്വ പുറത്തെടുക്കുന്നത്. സെമി ഫൈനലിൽ പ്രവേശിക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. കരുത്തരായ ബ്രസീലിനെ ക്വാർട്ടർ ഫൈനലിൽ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ മറികടന്നുകൊണ്ടാണ് ഉറുഗ്വ സെമിക്ക് യോഗ്യത കരസ്ഥമാക്കിയിട്ടുള്ളത്. ഇനി മിന്നുന്ന ഫോമിൽ കളിക്കുന്ന കൊളംബിയയാണ് സെമിയിൽ അവരുടെ എതിരാളികൾ. നാളെ പുലർച്ചെയാണ് ഈ ഒരു മത്സരം നടക്കുക. ഉറുഗ്വയുമായി ബന്ധപ്പെട്ട ഒരു സംശയം ഒരു ആരാധകൻ നമ്മുടെ കമന്റ് ബോക്സിൽ പങ്കുവച്ചിരുന്നു. അതായത് 2 വേൾഡ് കപ്പുകൾ മാത്രമാണ് ഉറുഗ്വ നേടിയിട്ടുള്ളത്. പിന്നെ എന്തുകൊണ്ടാണ് അവരുടെ ജേഴ്സിയിൽ 4 സ്റ്റാറുകൾ എന്നാണ് ചോദ്യം. അതായത് ഓരോ സ്റ്റാറുകളും അതാത് ടീമുകൾ നേടിയ വേൾഡ് കപ്പ് കിരീടങ്ങളുടെ എണ്ണത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഏറ്റവും കൂടുതൽ സ്റ്റാറുകൾ ഉള്ളത് മറ്റാർക്കുമല്ല, ബ്രസീലിന് തന്നെയാണ്. നമുക്കറിയാം 5 വേൾഡ് കപ്പ് കിരീടങ്ങൾ ബ്രസീൽ സ്വന്തമാക്കിയിട്ടുണ്ട്. ഉറുഗ്വ 2 വേൾഡ് കപ്പുകൾ മാത്രമാണ് സ്വന്തമാക്കിയിട്ടുള്ളത് എന്നത് ശരിയാണ്. 1930-ലും 1950-ലുമാണ് അവർ വേൾഡ് കപ്പ് കിരീടങ്ങൾ സ്വന്തമാക്കിയിട്ടുള്ളത്. ആദ്യത്തെ വേൾഡ് കപ്പ് ടൂർണമെന്റ് അരങ്ങേറുന്നത് 1930-ലാണ്. അന്ന് ഫൈനലിൽ അർജന്റീനയെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ഉറുഗ്വ കിരീടം നേടിയത്. പിന്നീട് 1950-ൽ ബ്രസീലിനെ മാരക്കാനയിൽ വെച്ചുകൊണ്ട് പരാജയപ്പെടുത്തിക്കൊണ്ടാണ് 2ാം വേൾഡ് കപ്പ് കിരീടം ഉറുഗ്വ സ്വന്തമാക്കിയിട്ടുള്ളത്. എന്നാൽ വേൾഡ് കപ്പ് ആരംഭിക്കുന്നതിന് മുൻപേ 1924-ലും 1928-ലും ഒളിമ്പിക്സുകൾ നടന്നിരുന്നു. അതിൽ ഫുട്ബോൾ കോമ്പറ്റീഷനും ഉണ്ടായിരുന്നു. 1924-ൽ പാരീസിൽ വെച്ച് നടന്ന ഒളിമ്പിക്സിലും 1928-ൽ ആംസ്റ്റർഡാമിൽ വെച്ച് നടന്ന ഒളിമ്പിക്സിലും ഫുട്ബോളിൽ ഗോൾഡ് മെഡൽ സ്വന്തമാക്കിയത് ഉറുഗ്വയാണ്. അന്ന് വേൾഡ് കപ്പ് ആരംഭിച്ചിട്ടില്ലാത്തതിനാൽ ഫിഫ ഈ ഗോൾഡ് മെഡലുകൾ വേൾഡ് കപ്പിന് തുല്യമായി കൊണ്ട് പരിഗണിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണ് 2 സ്റ്റാറുകൾ കൂടി അവരുടെ ജേഴ്സിയിൽ പതിപ്പിക്കാനുള്ള അനുമതി അവർക്ക് ലഭിച്ചിട്ടുള്ളത്. 2 ഒളിമ്പിക് ഗോൾഡ് മെഡലുകളും 2 വേൾഡ് കപ്പ് കിരീടങ്ങളുമാണ് ആകെ ഈ 4 സ്റ്റാറുകളായിക്കൊണ്ട് വരുന്നത്. 1930-ന് ശേഷം വേൾഡ് കപ്പ് തുടങ്ങി. അതിനുശേഷം ഈ ഒരു ഒളിമ്പിക് ഗോൾഡ് മെഡലുകൾക്ക് ഈ ഒരു അംഗീകാരം ഫിഫ നൽകിയിട്ടുമില്ല. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ കാണാം.